പക്ഷെ പ്രമോദ് പുഴങ്കര RSS അധികാരമില്ലാത്ത സ്ഥലങ്ങളിലും മറ്റധികാര സ്ഥാപനങ്ങൾ വഴി ഭരണം നടത്താറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ RSS ഉയർത്തിയ വടിവാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ RSSന് പരോക്ഷമായെങ്കിലും ഒരു സ്വാധീനം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണത്തിനോ ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമാണെന്നാണ് എല്ലാവരും കരുതുക. എന്ന് മാത്രമല്ല BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് RSSന്റെ സർക്കാര്യവാഹും RSSന്റെ ജനറൽ സെക്രട്ടറിയും BJPയിലേക്ക് RSS കൊടുത്തിട്ടുള്ള നിയോഗിച്ച സംഘടനാ സെക്രട്ടറിയും ഒക്കെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ബ്രീഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അഭൂതപൂർവമായ സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? ഇവർക്ക് എന്തായിരിക്കും RSS നേതൃത്വവുമായി സംസാരിക്കാനുള്ളത്? RSS നേതൃത്വവുമായിട്ട് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് RSSന്റെ പരിപാടികൾ, RSSന്റെ രാഷ്ട്രീയ അജണ്ട, RSSന്റെ വർഗീയ അജണ്ട, RSSന്റെ രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പരിപാടി എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നുള്ളതിന് എങ്ങനെ കേരളത്തിലെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള സർക്കാർ സംവിധാനത്തെ ഉപയോഗിക്കുമെന്നുള്ള പരിപാടിയാണ് സംസാരിക്കാനുള്ളത്. മറ്റൊന്ന്, കേരളത്തിലെ നിലവിലെ സർക്കാരിന് RSSുമായി നടത്താവുന്ന ഒത്തുതീർപ്പുകളോ ഇടപാടുകളോ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കണം RSS നേതാക്കളുമായിട്ട്, RSSന്റെ ഭാരവാഹികളുമായിട്ട് സർക്കാരിൻ്റെ വിശ്വസ്തരെന്ന് മറ്റൊരു തരത്തിൽ അറിയപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് നടപ്പാക്കാനുള്ളത്. ഇത്തരത്തിലുള്ള രണ്ട് സാധ്യതകളാണ് ഇതിലുള്ളത്. നമുക്ക് ഈ RSSന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം, സർക്കാർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറുകയും പ്രത്യക്ഷത്തിലും പരോക്ഷമായുമുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യുക എന്നുള്ളത് RSSന്റെ ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ചും സായുധ സേനകളിൽ ഉണ്ടാവുക എന്നുള്ളത് RSSന്റെ കൃത്യമായൊരു അജണ്ടയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ സൈനിക സ്കൂൾ, മിലിറ്ററി സ്കൂൾ സ്ഥാപിക്കുന്നത് BS മുഞ്ചെ അടക്കമുള്ള RSSന്റെ അന്നത്തെ താത്വികാചാര്യന്മാരുടെയും അവരുടെ പരിപാടി നടപ്പാക്കുന്നവരുടെയും ഒരു അജണ്ടയായിരുന്നു മിലിറ്ററി സ്കൂൾ സ്ഥാപിക്കുക എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ തന്നെ മിലിറ്ററി സ്കൂളുകൾ, സായുധ സേനയിലേക്ക് ആളുകളെ തയ്യാറാക്കുന്ന, കുട്ടികളെ തയ്യാറാക്കുന്ന തരത്തിലുള്ള സൈനിക സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള പരിപാടി RSS നടപ്പിലാക്കി തുടങ്ങിയത് നാം കണ്ടു. ഇത് വളരെ കൃത്യമായി ഇങ്ങനെ സൈനിക സേവനത്തിലേക്ക് തങ്ങളുടെ കേഡറുകളെ, സായുധ സേനകളിലേക്ക് തങ്ങളുടെ കേഡറുകളെ കയറ്റിയിരുത്തുക, അങ്ങനെ തങ്ങളുടെ പരിപാടികളിലേക്ക് പരിപാടികൾ പൊതുസമൂഹത്തിൽ നടപ്പാക്കുന്നതിന് അവരെ ഒരു ആയുധമാക്കുക എന്നുള്ളത് RSSന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. നമ്മൾ ഈ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അഗ്നിവീർ പദ്ധതി എന്ന് പറഞ്ഞ് നടപ്പാക്കിയ ഒന്ന് എന്ന് പറയുന്നത് സൈന്യത്തിലേക്ക് താൽക്കാലികമായ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം സൈനികരായിട്ട് നിയോഗിക്കുകയും അങ്ങനെ സൈനിക പരിശീലനം കിട്ടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും അവർ തിരിച്ചു വന്ന് ഒരു തരത്തിൽ ഈ RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഫുഡ് സോൾജേഴ്സ് ആയിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു അപകടത്തെ കൂടിയാണ് RSS ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ വളരെ കൃത്യമായി സൈനിക മേധാവികളെ, സൈനിക ഉദ്യോഗസ്ഥരെ RSSന്റെ ഭാഗമാക്കുക, അവർ വിരമിച്ചതിന് ശേഷം അവരെ മന്ത്രിമാരാക്കുക, അവരുടെ പരിപാടികളിലേക്ക് കൊണ്ടുവരിക. എന്തിനേറെ സിവിലിയൻ ഭരണകൂടവുമായിട്ട് കൃത്യമായ ഒരു വ്യത്യസ്തത പാലിച്ചിരുന്ന സേന യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ജമ്മു കാശ്മീരിൽ ചർച്ച സംഘടിപ്പിക്കുന്ന തലത്തിലേക്ക് വരെ അത് എത്തിയിരുന്നു. ഇനി കേരളത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു RSSനെ പോലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തിയുമായിട്ട്, വർഗീയ സംഘടനയുമായിട്ട് കേരളത്തിലെ ഉന്നത പൊസിഷനിലിരിക്കുന്ന, ഉന്നത പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ റാമാധവും ദത്താത്രേയും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അതിന്റെ സംഘടനാ സെക്രട്ടറിയുമൊത്ത് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അതറിയാതിരിക്കാൻ മാത്രം നിഷ്ക്രിയമാണോ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം എന്നുള്ളത് ഒന്ന്. അതറിഞ്ഞ വഴിക്ക് കേരളത്തിലെ രാഷ്ട്രീയ അങ്ങനെ അറിഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്മേൽ നടപടിയെടുക്കുകയും നിങ്ങൾ എന്തിനാണ് പോവുകയും എന്ന് ചോദിക്കുകയും അതിന്മേൽ ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതിന് പകരം അയാളെ തങ്ങളുടെ വിശ്വസ്തനാക്കി പിന്നെയും കൊണ്ടു നടക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ആൻഡ് മാഫിയ കേരളത്തിൽ വഴിയൊരുക്കുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നതിനാണ് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്നുകൂടിയുണ്ട്, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ, കേരളത്തിലെ ഭരണ സംവിധാനത്തെ എങ്ങനെയാണ് ഈ നിഷ്ക്രിയത്വത്തിലൂടെ ഈ മാഫിയ സംഘത്തിന്റെ നടത്തിപ്പിന് വേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നടക്കം ലഭിക്കുന്നതിന് വേണ്ടി RSSും ഈ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ സജ്ജമാക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി നമുക്കറിയാം, ശ്രീ M എന്ന് പറയുന്ന കക്ഷിയും ഈ CPM നേതൃത്വവും RSS നേതൃത്വവും തമ്മിൽ നടന്ന ഇടപാടുകളുടെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ്. അതിനുവേണ്ടി ശ്രീ Mന് സർക്കാരിന്റെ എത്രയോ 4 ഏക്കർ ഭൂമിയോളം എഴുതി കൊടുത്ത് എല്ലാം നമുക്കറിയാം. ഈ രാഷ്ട്രീയ പ്രശ്നത്തിന് ഇടതുപക്ഷ
ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ RSS നേതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരം നൽകാതെ അതിൽ നിന്നും അതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു സംസ്ഥാന പാർട്ടി സെക്രട്ടറി CPM-നുണ്ടാവുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം AKG സെന്ററിൽ മരിച്ചു കിടക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ശരി, ഓക്കെ.